ഇത് വെറുതെ പറഞ്ഞതല്ല, ഈ ഹദീസ് ഞാൻ വെറുതെ പറഞ്ഞതല്ല. കന്നിമൂല ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു വസ്തുവിനൊരു വീടിന് കന്നിമൂലയുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന് പോലും കന്നിമൂലയുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മാത്രമായി പോകരുതെന്നാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചില വസ്തുക്കളിൽ, ചില സ്ഥലങ്ങളിൽ ശൈത്താനിന്റെ സാന്നിധ്യമുള്ള ചില സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് നോക്കാൻ പറഞ്ഞത്. ചില സ്ഥലങ്ങളിൽ, ചില വീടുകളിൽ വീട് ഒരു വലിയ വിഷയമാ. വീടെന്ന് പറയുന്നത് വലിയൊരു വിഷയമാ. ശൈത്താനിന്റെ സാന്നിധ്യമുള്ള ചില സ്ഥലങ്ങളുണ്ട്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു നബിയേ. ഇത്രയും കാലം ഞാൻ എന്റെ മാതാപിതാക്കളുടെ കൂടെ കുടുംബ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചു മാറി. സ്വന്തമായിട്ട് വീട് വെച്ച് മാറി. ആ വീട്ടിലേക്ക് താമസം മാറിയത് മുതൽ എന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എന്റെ മകൻ മരിച്ചുപോയി. എന്റെ ഭാര്യയ്ക്ക് രോഗമായി. സമാധാനമില്ല. വല്ലാത്ത ഒരു ജീവിതമാണ്. ദുആ ചെയ്യ് നബിയെ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആ വീട് നിനക്ക് ചേർന്നതല്ല, അത് വിറ്റേക്കാൻ മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞത്, ആ വീട് നീ വിട്ടേക്ക്, കാരണം നിനക്കത് ചേർന്ന വീടല്ല. ഇത് ഹദീസാ. മറ്റൊരു ഹദീസിൽ കാണാം, ചില സ്ഥലങ്ങളിൽ ശൈത്താനിന്റെ സാന്നിധ്യമുണ്ട്. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു വരികയാ. യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോ സഹാബത്ത് പറഞ്ഞു, നബിയെ, വല്ലാത്ത ക്ഷീണം, എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കാം. അങ്ങനെ പ്രവാചകനും സ്വഹാബത്തും എല്ലാവരും ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബഹി നമസ്കാരം ഖളയായി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും സുബഹി നമസ്കാരം ഖളാ ആയി. നബി തങ്ങൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റപ്പോൾ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു. നബി തങ്ങൾ ബിലാലിനോട് ചോദിച്ചു, ബിലാലേ, എന്തുകൊണ്ട് നീ വിളിച്ചില്ല? നിസ്കാരം ഖളയായില്ലേ, എന്തുകൊണ്ട് വിളിച്ചില്ല? ബിലാൽ തങ്ങൾ പറഞ്ഞു, നബി, അങ്ങ് വരെ ഉറങ്ങിപ്പോയി, പിന്നല്ലേ ഞാൻ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും വാഹനത്തിൽ കയറ്, എല്ലാവരും അവരവരുടെ വാഹനത്തിൽ കയറ്, ഇവിടെ നിൽക്കരുത്, പെട്ടെന്ന് കയറ്. വാഹനത്തിൽ കയറി എല്ലാവരും പെട്ടെന്ന് അവിടെ നിന്ന് പോകുമ്പോ സഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ പെട്ടെന്ന് പോകാൻ കാരണം? ആ സ്ഥലത്ത് നിന്ന് എന്തുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാവരും വാഹനത്തിൽ കയറാൻ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, നമ്മൾ എല്ലാവരും നിസ്കാരം കളയാകുന്ന രീതിയിൽ ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് ഇബ്ലീസിന്റെ സാന്നിധ്യമുണ്ടെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ സുബഹി നമസ്കരിക്കാതെ കടന്നുറങ്ങുന്ന വീട്ടുകാരുണ്ടെങ്കിൽ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില വീടുകൾ, ചില സ്ഥലങ്ങൾ, അവിടെ ശൈത്താനിന്റെ സാന്നിധ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടുകളായി അല്ലാഹു നമ്മുടെ വീടുകൾ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ശൈത്താനിന്റെ ശർറ് അല്ലാഹു ഒഴിവാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ശൈത്താനിന്റെ ശർറ് ഒഴിവാകാൻ പൈസ ഒന്നും മുടക്കേണ്ട കാര്യമില്ല. മന്ത്രവാദവും കൂടോത്രവും ഒന്നും നടത്തേണ്ട കാര്യമില്ല. നമ്മുടെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ഇബ്ലീസിനെ ഇറക്കി വിടാൻ 5 പൈസയുടെ ചെലവില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ആ വീടിനകത്തിരുന്ന് ഓതിയാൽ ഇബ്ലീസ് ഇറങ്ങിപ്പോകും. അള്ളാഹു അവന്റെ ശർറിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്തോതിയാ മതി? എന്തോതിയാ മതി? പറ മനുഷ്യന്മാരെ, വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടണമെങ്കിൽ എന്തോതണം? ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? നിനക്ക് വേണമെങ്കിൽ ഓത്, എനിക്കെന്ത് നിർബന്ധം? നിന്റെ വീടിനകത്ത് കൂടിയിരിക്കണ ശൈത്താൻ ഇറങ്ങിപ്പോണെങ്കിൽ നീ വേണമെങ്കിൽ പോയിരുന്ന് ഓത്. അത് അവൻ ആദ്യം ശരീരത്ത് കൂടിയിരിക്കണ ശൈത്താൻ ഇറക്കി വിട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവന്റെ ശർറിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യമായിട്ട് ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യണം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ ആ മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, അസാ റബ്ബി യഹ്ദിയനി സബാ സബീൽ.
അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, ഒന്നുമില്ല തമ്പുരാന്, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല തമ്പുരാന്. ഒരു പരിചയമില്ലാത്ത ഒരു രാജ്യത്തേക്ക് ഞാൻ കടന്നു പോവുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആഴ്ചകളോളം യാത്ര ചെയ്തു പോകേണ്ട നാടാണ്. അല്ലാഹുവേ, ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല. അല്ലാ, നീ എന്നെ സഹായിക്കണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ് കൈവിടില്ല എന്നുള്ള ഉറപ്പുണ്ടല്ലോ. ഏതോ ഒന്നുമില്ലാതെ യാത്രയ്ക്ക് തയ്യാറാകുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം, പടച്ച റബ്ബ് എന്നെ ഒരിക്കലും കൈവിടൂല, അല്ലാഹു എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ബോധം മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. പക്ഷേ ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ, അതാ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ വിശ്വാസമില്ല. എനിക്കും നിങ്ങൾക്കും ആ വിശ്വാസമില്ലല്ലോ. പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു ഭാവനയുണ്ടല്ലോ, ഒരു ധാരണയുണ്ടല്ലോ. നമുക്കതില്ലാതെ പോയല്ലോ. എന്തേ നിനക്ക് പടച്ചവനെ നമ്മുടെ മനസ്സിങ്ങനെ ആയി പോകാറുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു സദ്വിചാരമുണ്ടല്ലോ, ഒരു നല്ല ഭാവന ഒരു മനുഷ്യന് വേണമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ പടച്ച റബ്ബെന്നെ ഒരിക്കലും കൈവിടൂല. എന്തൊക്കെ പ്രയാസം വന്നാലും എന്റെ റബ്ബെന്നെ സഹായിക്കുമല്ലോ, എന്നെ രക്ഷപ്പെടുത്തുമല്ലോ. ഇങ്ങനെ ഒരു വിചാരം എല്ലാ മുസ്ലിമിനും ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അവൻ ആരായിരിക്കണമെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹു എവിടെയാണ് ഇരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കൊട്ടാരത്തിലാണോ, കുടിലിലാണോ, കടലിനടിത്തട്ടിലാണോ? എവിടെയാണ് അല്ലാഹു ഇരിക്കുന്നത്? ആ സമയത്ത് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹു ഇരിക്കുന്നത് അർശിലാണ് സഹാബ, അല്ലാഹു ഇരിക്കുന്നത് അർശിലാണ് സഹാബ. ഉടനെ സ്വഹാബത്ത് ചോദിക്കുന്നു, അയിന അർശുല്ലാഹ്, അല്ലാഹുവിന്റെ അർശിരിക്കുന്നത് എവിടെയാണ് നബിയേ? പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അല്ലാഹുവിന്റെ അർശിരിക്കുന്നത് എവിടെയെന്നറിയുവോ? ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്താ പടച്ച റബ്ബിന്റെ അർശിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് സ്വഹാബത്ത് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് സ്വഹാബത്ത് അവിടെന്ന് കരയുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്തിനാ സ്വഹാബ നിങ്ങളെ കരയുന്നത്? അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബിന്റെ അർശുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബിന്റെ സിംഹാസനമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. വല്ല അടയാളവുമുണ്ടോ നബിയേ? വല്ല അടയാളവുമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിലുള്ള അടിമയ്ക്ക് ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. ആ അടയാളങ്ങളിൽപ്പെട്ട ഒരടയാളം എന്തെന്നറിയുമോ? ഇന്ന ഇൻദ ദന്നി അബ്ദീ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കുറിച്ച് നല്ല ഒരു ഭാവന വെച്ചാൽ അല്ലാഹു ഒരിക്കലും എന്നെ കൈവിടൂല, അല്ലാഹു ഒരിക്കലും എന്നെ സഹായിക്കാതിരിക്കില്ല. ആര് കൈവിട്ടാലും എന്റെ റബ്ബന്റെ കൈവിടുമെന്ന് പറയുന്ന ഉറച്ച ഒരു വിശ്വാസം ഏത് മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ അവന്റെ ഹൃദയത്തിന്റെ അകത്താ പടച്ച റബ്ബിന്റെ സിംഹാസനമുള്ളത്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരുപാട് അടിമകളുണ്ടല്ലോ. അങ്ങനെ ജീവിച്ചിരുന്ന പ്രവാചകനാണ്
മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്രൂദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഭരണാധികാരിയാണ് നമ്രൂദ്. ആ നമ്രൂദിന്റെ അനുയായികൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചു കൊണ്ടുവരികയാണ്. തങ്ങളുടെ ദൈവങ്ങളെ തങ്ങളുടെ വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ ഇബ്രാഹിം നബിയെ പിടിച്ചു കൊണ്ടുവന്നു. കഠിനമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. ഇബ്രാഹിമിന് ഏറ്റവും വലിയ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. എന്ത് ശിക്ഷയാണ് കൊടുത്തതെന്നറിയുമോ? അതാ പടച്ചവനെ വലിയ ഒരു കുഴിയെടുക്കുകയാണ്, അതിനകത്ത് തീയങ്ങ് നിറയ്ക്കുകയാണ്, വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ആ തീയുടെ വലിപ്പത്തെ കുറിച്ച് പറയുന്നത് ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലെ കരിഞ്ഞു വീഴുന്ന രീതിയിലെ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാകുകയാ. അടുത്തേക്ക് ഒരാൾക്ക് പോലും പോകാൻ കഴിയാത്ത ഭയാനകമായ തീക്കുണ്ടാരമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അമ്പം വില്ലും തയ്യാറാക്കി ഉയരമുള്ള സ്ഥലത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് എയ്തു വിടുന്നതിന് വേണ്ടി. ഇബ്രാഹിം നബിയെ തൂക്ക് തീക്കുണ്ടാരത്തിലേക്ക് അവിടുന്ന് വലിച്ചെറിയാ സമയമാകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാ. ഇബ്രാഹിം നബിയേ, അങ്ങയെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ നബിയേ, ഈ തീക്കുണ്ടാരം ഞാൻ അടച്ചു കളയട്ടെ, ഞാൻ അങ്ങയെ രക്ഷപ്പെടുത്തട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വേണ്ട ജിബ്രീൽ, നിന്റെ സഹായം എനിക്ക് വേണ്ട ജിബ്രീൽ. എനിക്ക് എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച അല്ലാഹുവിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. ആ പടച്ച റബ്ബെന്നെ ഒരിക്കലും കൈവിടൂല. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ചരിത്രം വായിക്കുന്നവരല്ലേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചരിത്രം പറയുന്നുണ്ടല്ലോ. 40ഓളം ദിവസം ഫിർഔനിന്റെ അതാ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്നുണ്ടല്ലോ. ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ, ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ഫിർഔനിന്റെ തീക്കുണ്ടാരത്തിനകത്ത്, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് മൂസാ നബി എഴുന്നേറ്റ് വന്നെന്ന്, ഇബ്രാഹിം നബി എഴുന്നേറ്റ് വന്നെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാനെ കുറിച്ചൊരു നല്ല ഭാവന വെക്കണോ. ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. പണ്ട് മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യയില്ല, പക്ഷേ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ്. എന്തു പറഞ്ഞാലും കയറെടുത്ത് തൂങ്ങുകയാണ്, നരമ്പ് മുറിക്കുകയാണ്, വിഷമടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാ മതിയെന്ന് തോന്നുന്ന സാഹചര്യം ജീവിതത്തിൽ കടന്നു വരുമ്പോ എന്തെങ്കിലും മാരകമായ രോഗമാകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, കച്ചവടം തകർന്നു പോകലാകട്ടെ, അല്ലെങ്കിൽ മാനസികമായി തകർന്നു പോകുമ്പോ, അല്ലെങ്കിൽ പടച്ചവനെ നാണക്കേട് താങ്ങാൻ പറ്റാതെ അല്ലാഹു തന്ന ജീവിതം അവസാനിപ്പിക്കുന്ന മുസ്ലിമേ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ? ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ദിക്റെന്ന് പറയാൻ കഴിയുമോ? ഏത് ദിക്റെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. താങ്ങാൻ കഴിയാത്ത വേദനകൾ വരുമ്പോ, ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ, നെഞ്ചുപൊട്ടിയിട്ട് ആരാരുമില്ലാതെ വീടിനകത്തിരുന്ന് കരയുന്ന സമയത്ത് ഈ പറയുന്ന ദിക്ർ ഒരു 3 പ്രാവശ്യം പെങ്ങളെ നിനക്ക് പറയാൻ കഴിയുമോ? ഇല്ലെന്ന് പറഞ്ഞാലും മക്കളെ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ്, ഈ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ്. ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്ക് കൂടുമ്പോ ഭാര്യ പറയുന്ന വാക്കിതാണ്, അതാ ഭാര്യയും ഭർത്താവും വഴക്ക് കൂടുമ്പോ എവിടെങ്കിലും പോയി മരിച്ചാ മതിയായിരുന്നു എന്ന് പറയുന്ന ഭർത്താവേ, അതാ കച്ചവടം തകർന്ന് ലക്ഷങ്ങളുടെ കടം വരുമ്പോ മരിക്കാ തോന്നുന്ന മുസ്ലിമേ, സമാധാനം വേണോ? പിടിച്ചു നിൽക്കാറുള്ള ധൈര്യം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, പറഞ്ഞോ ഹസ്ബുനല്ലാഹ്
ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞത് ആരെന്നറിയുമോ? ഇതാര് പറഞ്ഞ ദിക്റാണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി തന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാറ് അവിടെ നിന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞ ദിക്റാ. പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹ്ദി ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി പറഞ്ഞ ദിക്റാണ് പെങ്ങളെ. എപ്പ പറഞ്ഞ ദിക്റെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സഫ്വാൻ. ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. ഈ ചെറുപ്പക്കാരനായ സ്വഹാബിയും ആയിഷ ബീബിയും രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീബി വ്യഭിചരിച്ചിരിക്കുകയാണ്. മുനാഫിക്കീങ്ങൾ പറയാ തുടങ്ങി, ഏറ്റുപിടിക്കാൻ പുതിയ മുസ്ലിമീങ്ങള്. പടച്ചവനെ, പിന്നെ എവിടെ നോക്കിയാലും ആയിഷ ബീബി വ്യഭിചരിച്ച കഥ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആയിഷ ബീബിയെ കുറിച്ച് ചർച്ച ചെയ്യുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയാ ആയിഷ നിരപരാധിയാണെന്ന്. ആയിഷ ബീബി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിനറിയാ. പക്ഷേ നാട്ടുകാർ മുഴുവനും പറയുകയാണ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്തിരുന്ന് കരയുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് റസൂലുള്ളാഹി കടന്നു വന്നിട്ട് പറഞ്ഞു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക ആയിഷ. ഭർത്താവ് തന്റെ ഭാര്യയോട് നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാതെ പറയുന്ന രംഗമെന്ന് ചിന്തിക്കുമെന്നത് അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ ആയിഷ ബീവിക്കത് താങ്ങാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ആയിഷ ബീവിക്ക് താങ്ങാൻ കഴിയാത്ത വേദനയായി തന്റെ പിതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി ഓടിച്ചെന്ന് ബാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, ഉപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ അങ്ങനെ വ്യഭിചരിക്കുന്നവളാണെന്ന് ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? വാപ്പ അവിടെ നിന്നും മിണ്ടുന്നില്ല. ആയിഷ ബീബി തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് മക്കളുടെ കണ്ണ് നിറഞ്ഞ സഹിക്കാത്ത ഉമ്മയാണല്ലോ. ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്ന, ഉമ്മ, ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാ ഉമ്മ, ഞാനൊരിക്കലും വ്യഭിചരിച്ചിട്ടില്ല ഉമ്മ. ആയിഷ ബീബി തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് പറയുമ്പോ ഉമ്മ പറയുന്നു, മോളെ, തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാണ്. പടച്ചവനെ അല്ലാഹ്, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിന്നെ പോലെ 15, 20, 25 വയസ്സുള്ളായിരുന്ന പെങ്ങള്, ചെറിയ പ്രായമാ. ആയിഷ ബീവിയെ കുറിച്ച് ഒരു നാളല്ല പറയുന്നത്. വീട്ടുകാര് മാത്രമല്ല, അയൽവാസികളെ മാത്രമല്ല, കുടുംബക്കാര് മാത്രമല്ല, ഒരു നാട്ടിലെ അധികം പേരും ആയിഷ ബീവിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുമ്പോ ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ നരമ്പ് മുറിച്ചില്ല, അവിടെ നിന്ന് തൂങ്ങി മരിച്ചില്ല, വിഷമെടുത്ത് കിടിച്ചില്ല, വീടിനകത്ത് കയറുകയാണ്, നിസ്കാരപ്പായിക്കകത്ത് കയറുകയാണ്. ആയിഷ ബീബി എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിയുമ്പോ വീടിന്റെ വാതിൽ വന്ന് നോക്കിയിരിക്കുകയാ. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ, മുത്തുനബി വരുന്നതും കാത്തിരിക്കുകയാണ്. പടച്ച ആഴ്ചകള് കഴിഞ്ഞു, ദിവസങ്ങള് കഴിഞ്ഞു. ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു, വീടിന്റെ വാതിലിൽ നോക്കി നിൽക്കുകയാ. വീടിന്റെ വാതിലിൽ നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുന്ന മുഖത്തോടെ കടന്നു വരികയാണ്. ആയിഷ ബീവിക്ക് മനസ്സിലായി, ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
അള്ളാന്റെ നബിയേ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ല പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹു പറഞ്ഞു. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയോ? ജിബ്രീൽ ഏഴാകാശം കടന്ന് ഖുർആനിന്റെ ആയത്തുമായി ഇറങ്ങി വന്നില്ലേ നബിയേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുകയാ. ആയിഷ ബീവി പറയുന്നു, എനിക്കുറപ്പായിരുന്നു നബിയേ, ഏഴാകാശം കടന്ന് ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ വരുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. പെങ്ങളെ എങ്ങനെയാണ് വിളിച്ചിറക്കിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് ഖുർആനിന്റെ ആയത്തുമായി ഏഴാകാശം കടന്ന് മദീനത്ത് മുത്തുനബിയുടെ വീടിനകത്തേക്ക് ജിബ്രീലിനെ വിളിച്ചിറക്കിയത് എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, എങ്ങനെയാ ആയിഷ അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കാനുള്ള കാരണമെന്താ? നാട്ടുകാർ മുഴുവനും നീ തെറ്റുകാരിയാണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ നീ പിടിച്ചു നിന്നത്? എങ്ങനെയാണ് നിന്റെ മനസ്സിന് സമാധാനം കൊടുത്തത്? ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഞാൻ പറഞ്ഞത് ഒരു ദിക്റാണ് നബിയേ, ഞാൻ പറഞ്ഞത് ഒരു ദിക്റാണ് നബിയേ. ഏത് ദിക്റാ ആയിഷ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്റാണ് ആയിഷ ബീവി പറഞ്ഞത്. ഈ ദിക്റാണ് ആയിഷ ബീവി പറഞ്ഞത്. ഇത് പറഞ്ഞിട്ടാ നബിയെ ഞാൻ ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിന്നത്. എന്റെ മനസ്സിന് ധൈര്യം കിട്ടാൻ ഈ ദിക്റാണ് ഞാൻ പറഞ്ഞത് എന്ന് ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുമ്പോ ഏത് പ്രതിസന്ധിയിലും പറയാറുള്ള ദിക്റാ, ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവിന്റെ സഹായം വിളിച്ചിറക്കണോ, അല്ലാഹുവിന്റെ സഹായം നേടാനുള്ള ദിക്റാ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂടപ്പിറപ്പുകളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് തന്റെ കൂടപ്പിറപ്പുകളെ വലിച്ചെറിയുമ്പോ ആ പൊട്ടക്കിണറ്റിലേക്ക് ആ കിണറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോ യൂസുഫ് നബിയും പറഞ്ഞത് ഈ ദിക്ർ പറഞ്ഞപ്പോഴാണ് അല്ലാഹു വിളിക്കുന്ന ജിബ്രീലേ, ജിബ്രീലേ യൂസുഫ് താഴെ എത്തുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തണം ജിബ്രീൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ പ്രയാസപ്പെട്ട ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ പെട്ട ഒരു സമയം ഏതെന്നറിയുമോ? കിണറിന്റെ മുകളിൽ നിന്ന് കൂടപ്പുറപ്പുകൾ യൂസുഫ് നബിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. താഴെ പാറയാണ്. ആ പാറയിലേക്ക് യൂസുഫ് നബി ചെന്ന് വീഴുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ ഈ കിണറ്റിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരികയാ. യൂസുഫ് നബിയെ കയ്യിൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് ആ കിണറ്റിലൊരു പാറക്കഷ്ണത്തിന്റെ മുകളിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് യൂസുഫിനെ സമാധാനിപ്പിച്ചു എന്ന് ചരിത്രം പറയുമ്പോ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാറുള്ള ഒരു ആയുധമാണ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ നിങ്ങൾ പഠിച്ചു വെച്ചോ. അതുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മദീന എന്ന് പറയുന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്ത് തുടങ്ങുമ്പോ അവിടെ ആദ്യമായിട്ട് പറഞ്ഞത് ദുആയാ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുകയാ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു സദ്വിചാരം മൂസാ നബിക്ക് ഉണ്ടായിരുന്നു. ഇതാണ് നമുക്കും വേണ്ടത്. ജനങ്ങൾ എന്ത് പറയട്ടെ, ജനങ്ങൾ എന്ത് കാണട്ടെ, അതിലൊന്നും നമുക്കൊന്നുമില്ലടോ. ജനങ്ങളുടെ തൃപ്തിയല്ല നമുക്ക് വേണ്ടത്, അല്ലാഹുവിന്റെ പൊരുത്തവും തൃപ്തിയുമാണ് നമുക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, സുൽത്താൻ മുറാദ് അവിടെ നിന്നൊരു സ്വപ്നം കാണുകയാണ്. പടച്ചവനെ, ഇസ്ലാമിന്റെ ഭരണാധികാരികളിൽപ്പെട്ട ഒരു മഹാനാ. അതാ സുൽത്താൻ മുറാദ് അവിടെ നിന്നൊരു സ്വപ്നം കാണുകയാണ്.
കിടക്കുകയാണ്. തന്റെ ജനങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ച് സ്വപ്നം കാണുകയാ. സുബഹി നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് മഹാനവിടുന്ന് തന്റെ അനുയായികളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി അവിടുന്ന് രൂപം മാറിയിട്ട് നടക്കുകയാണ്. മഹാനായ ഉമർ തങ്ങളെ നടക്കുന്നത് പോലെ രാജാവ് രൂപം മാറിയിട്ട് ജനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങി നടക്കുകയാ. സുൽത്താൻ മുറാദും തന്റെ അനുയായിയും കൂടെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് രൂപം മാറിയിട്ട് ജനങ്ങളുടെ നടുവിലൂടെ നടന്നു പോകുമ്പോ വഴിയോരത്തൊരു ചെറുപ്പക്കാരൻ കിടക്കുകയാ. വഴിയോരത്തൊരു മനുഷ്യനിങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരാളും അവിടുന്ന് സഹായിക്കുന്നില്ല. മരിച്ചു കിടക്കുകയാണ്. സുൽത്താൻ മുറാദ് അവിടുന്ന് ചോദിക്കുന്നു, ജനങ്ങളെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മനുഷ്യൻ മരിച്ചു കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്തത്? നിങ്ങൾ ഈ മനുഷ്യനെ എന്തുകൊണ്ട് നിങ്ങൾ സഹായിക്കുന്നില്ല? ആ സമയത്ത് ജനങ്ങൾ പറയുകയാ, ഈ മനുഷ്യൻ ആരെന്നറിയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനാ, ഈ നാട്ടിലെ ഏറ്റവും വലിയ വ്യഭിചാരിയാ. പടച്ചവനെ, ഈ മനുഷ്യന് മക്കളില്ല, ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. ഇവൻ മോശമായ ജീവിതം നയിക്കുന്നവനാണ്. ഇവൻ പരസ്യമായി കള്ളുവാകുന്നത് ഞങ്ങൾ കാണുന്നവരാ. അതാ ശരീരം പറ്റി ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളും ഈ മനുഷ്യനെ സഹായിക്കില്ല. സുൽത്താൻ മുറാദ് ചോദിക്കുന്നു, ഇത് അള്ളാന്റെ റസൂലിന്റെ സമുദായമല്ലേ? ഇതിന് മുമ്പത്ത് മുഹമ്മദിൽപ്പെട്ട മനുഷ്യനല്ലേ? അവർക്കറിയില്ല ഭരണാധികാരിയാണ് ചോദിക്കുന്നതെന്ന്. അവസാനം രാജാവും പടച്ചവരെ സേവകനും കൂടെ ജനാസ എടുക്കുകയാണ്. ആ മയ്യത്തെടുത്തുകൊണ്ട് ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് ജനാസ കൊണ്ടുപോയി വീടിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജനാസ കണ്ടവനും നശിപ്പിച്ച് കളയുകയാ. കല്ല് മുഴുവനും പൊട്ടിച്ച് നശിപ്പിച്ച് കളയുകയാണ്. എന്നിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്, പടച്ചവനെ, ഇന്നൊരുപാട് മുസ്ലിമീങ്ങളെ കള്ളുകുടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാഹ്. ആ മനുഷ്യൻ പറയുന്നു, അൽഹംദുലില്ലാഹ്. ആ ഭാര്യ പറയുകയാണ് സുൽത്താനിനോട്, എന്റെ ഭർത്താവ് ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ പോവുകയാണ്. എന്തിനാ അവർ ശരീരം വിൽക്കുന്നത്? അവർക്ക് പൈസ കിട്ടാനല്ലേ? ഈ മനുഷ്യന് വീട്ടിൽ പോയിട്ട് ആ മോശമായ ജീവിതം നയിക്കുന്ന പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറയുകയാ, ഇന്നൊരാളെയും നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങൾ ഒരാളും ഇന്ന് മോശമായ രീതിയിൽ പോകരുത്. പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അവരെ ആ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാ. ആ പെണ്ണ് പറയുന്നു, എന്റെ ഭർത്താവ് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, ഇന്നൊരുപാട് ചെറുപ്പക്കാര് വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാഹ്. അവിടുന്ന് പ്രിയപ്പെട്ട ഭർത്താവ് പറയുമ്പോ ഭാര്യ ഭർത്താവിനോട് പറയുകയാ, നിങ്ങൾ കള്ള് വാങ്ങുന്നത്, നിങ്ങൾ മോശമായ പെണ്ണുങ്ങളുടെ വീട്ടിൽ പോകുന്നത് ഈ ജനങ്ങളൊക്കെ കാണുകയാണ്. അവര് ലാഹിറാണ് നോക്കുന്നത്, അവർക്ക് മറ്റുള്ളതറിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ ജീവിക്കരുത്, നിങ്ങൾ ഇങ്ങനെ പരസ്യമായി ചെയ്യരുത്. നിങ്ങൾ ചെയ്താ, നിങ്ങൾ മരിച്ചാൽ ഒരാള് പോലും നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വരില്ല, മയ്യത്ത് പൊതിയാൻ വരില്ല, മയ്യത്ത് നിസ്കരിക്കാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉപദേശിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പെണ്ണേ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരെന്നറിയോ? ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാ. ആരാ പറഞ്ഞത് എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ആള് വരില്ലെന്ന്? എന്റെ ജനാസ കുളിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി വരും പെണ്ണേ. ആ മനുഷ്യനായിരിക്കും എന്റെ മയ്യത്ത് പൊതിയുന്നത്. രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത്, എന്റെ കഫം പൊതിയുന്നത്. ഈ നാട്ടിൽ ഒരാൾക്കും കിട്ടാത്ത ജനാസ നമസ്കാരം എനിക്ക് കിട്ടും പെണ്ണേ.
രാജ്യത്തിന്റെ ഭരണാധികാരി തന്നെ എന്റെ ജനാസയ്ക്ക് ഇമാമത്ത് നിൽക്കും. അല്ല എന്നെ കൈവിടൂലടി, അല്ല എന്നെ ഒരിക്കലും കൈവിടൂല. ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം എന്താണെന്ന് നിനക്കറിയാമല്ലോ. ഭർത്താവ് ഭാര്യയോട് പറയുമ്പോ ഭാര്യ ചിരിക്കുകയാ. എന്റെ ഭർത്താവ് മരിച്ചാൽ ഇസ്ലാമിന്റെ ഭരണാധികാരി മയ്യത്ത് കുളിപ്പിക്കാൻ വരുമെന്ന് പറയുമ്പോ, കഫം പൊതിയാൻ വരുമെന്ന് പറയുമ്പോ, നിസ്കരിക്കാൻ വരുമെന്ന് പറയുമ്പോ, പടച്ചവനെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആയിരങ്ങൾ എന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോ ഭാര്യ കളിയാക്കി ചിരിക്കുകയാ. ഇത് പറഞ്ഞു കഴിയുമ്പോ സുൽത്താൻ മുറാദിന്റെ കണ്ണ് നിറയുകയാ. അവിടുന്ന് തന്റെ രൂപമങ്ങ് മാറ്റുകയാ. പെണ്ണേ, നിന്റെ ഭർത്താവ് പറഞ്ഞത് സത്യമാ. ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാ. അല്ലാഹുവേ, ആ മനുഷ്യന്റെ ജനാസ കുളിപ്പിച്ചത് സുൽത്താൻ മുറാദാ. അവിടുത്തെ കഫം പൊതിഞ്ഞത്, അവിടുത്തെ മയ്യത്ത് നമസ്കാരത്തിന് ഇമാമത്ത് നിന്നത് ഒരാളും കാണാത്ത രീതിയിൽ പടച്ചവരെ ആയിരങ്ങളോടെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തത്. ആ മനുഷ്യൻ തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, അല്ലാഹു എന്നെ കൈവിടൂല, അല്ലാഹു എന്നെ കൈവിടൂല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ആര് കൈവിട്ടാലും റബ്ബ് കൈവിടില്ല. ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്, ഈ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മൂസാ നബി യാത്ര തുടങ്ങുമ്പോ ആദ്യമായിട്ട് അല്ലാഹുവോട് പറയുകയാ, അല്ലാഹ് യഹ്ദിയനീ സവാഅ സബീൽ. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നീ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യടേ. അല്ലാഹുവിന്റെ സഹായം വാങ്ങണേ, അല്ലാഹുവിന്റെ ബർക്കത്ത് നിനക്ക് വേണ്ടേ, റബ്ബിന്റെ സഹായം നിനക്ക് വേണ്ടേ. അത് നീ ചോദിച്ചു വാങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.